ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചന മസാല, ഒരു നോർത്ത് ഇന്ത്യൻ സ്റ്റൈൽ ചന മസാല, അതായത് വെള്ളക്കടല. അപ്പോൾ 1 കപ്പ് വെള്ളക്കടല ഞാൻ വെള്ളത്തിൽ കുതിർത്താൻ വെച്ചിരുന്നു തലേ ദിവസം രാത്രി. അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ്: 4 സവാള, 2 തക്കാളി, ഒരു 10-12 വെളുത്തുള്ളി അല്ലി, മീഡിയം സൈസ് ഇഞ്ചി, 2 പച്ചമുളക്. ചീനച്ചട്ടി എടുത്തിട്ട് അതിലേക്ക് എണ്ണ ഒഴിക്കുക. എണ്ണ ചൂടായാൽ 1 ടീസ്പൂൺ ജീരകം പൊട്ടിക്കുക. നോർത്ത് ഇന്ത്യൻ ആയതുകൊണ്ട് സൺഫ്ലവർ ഓയിൽ ഉണ്ടാക്കുന്നതാണ് ഉചിതം, എന്നാലും വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കിയാലും കുഴപ്പമില്ല. ജീരകം പൊട്ടിക്കഴിഞ്ഞ് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ചത് ഇടുകയാണ്. അതിൻ്റെ പച്ചമണം മാറി കഴിഞ്ഞാൽ സവാള നീട്ടത്തിൽ അരിഞ്ഞതിട്ട് വഴറ്റുക. സവാള ഏകദേശം ചെറിയ ബ്രൗൺ കളർ ആവുന്നത് വരെ വഴറ്റണം. സവാള വേഗം വഴന്ന് കിട്ടാൻ നമുക്കൊരു ടീസ്പൂൺ ഉപ്പ് ആഡ് ചെയ്യാം. നന്നായി വഴറ്റുക. ഇനി ഇതിലേക്ക് ആഡ് ചെയ്യാനുള്ള പൊടികൾ: മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാലപ്പൊടി, പിന്നെ നോർത്ത് ഇന്ത്യൻ ആയതുകൊണ്ട് കസൂരി മേത്തി ഉണക്കി പൊടിച്ചത്. അത് നമുക്ക് കടകളിൽ സൂപ്പർ മാർക്കറ്റിൽ വാങ്ങിക്കാൻ കിട്ടും. സവാളയെല്ലാം ലൈറ്റ് ബ്രൗൺ ആയി. ഇനി അതിലേക്ക് ഈ പൊടികളെല്ലാം നമ്മൾ ആഡ് ചെയ്യുകയാണ്. അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ വഴറ്റുക. ഇതൊക്കെ ചെയ്യുമ്പോൾ എപ്പോഴും തീ കുറച്ച് വെക്കണം, ഇല്ലെങ്കിൽ പൊടികളൊക്കെ കരിഞ്ഞ് ഇതിൻ്റെ ടേസ്റ്റ് ആകെ മാറിപ്പോകും. പൊടികളുടെ പച്ചച്ചുവ മാറിക്കഴിയുമ്പോൾ നമ്മൾ അതിലേക്ക് 2 തക്കാളി അരിഞ്ഞത് ഇടുകയാണ്. തക്കാളി വേഗം വഴന്ന് കിട്ടാനായിട്ട് 1/2 ഗ്ലാസ് വെള്ളം ഒഴിക്കുക, എന്നിട്ടൊന്ന് അടച്ചു വയ്ക്കുക. ഇനി തക്കാളി വഴന്ന് വരുന്ന സമയം കൊണ്ട് നമുക്ക് വെള്ളത്തിൽ കുതിർത്തിയ കടല കഴുകി വൃത്തിയാക്കി ഒരു പ്രഷർ കുക്കറിൽ വയ്ക്കുക. അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക. കടല മുങ്ങിക്കിടക്കുന്ന തരത്തിൽ വെള്ളം ഒഴിച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് വേവിക്കുക. പ്രഷർ കുക്കർ അടച്ചു വെച്ച് വിസിലിടുക. ആദ്യത്തെ ഒരു ഫ്ലെയിം വന്നതിന് ശേഷം ഒരു 10-15 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ച് കടല നന്നായി വേവിക്കുക. തുറന്ന് നോക്കിയപ്പോൾ കടല സ്ലൈറ്റ് വെന്തിട്ടുണ്ട്. എന്നിട്ട് ആ തവി വെച്ച് പതുക്കെ ഒന്ന് ഉടയ്ക്കുക. തക്കാളി വഴന്ന് എല്ലാം റെഡിയായി കഴിയുമ്പോൾ നമ്മളതിലേക്ക് വേവിച്ച് വെച്ച കടല കുക്കറിലുണ്ടായിരുന്ന അതിൻ്റെ വെള്ളത്തോടു കൂടി ഒഴിക്കുക. വെള്ളം തീരെ ഉണ്ടായിരുന്നിട്ടില്ല എങ്കിൽ 2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് നല്ലപോലെ തിളപ്പിക്കുക. തിളച്ച് ചാറ് പാകത്തിന് കുറുകി വന്നു കഴിഞ്ഞാൽ നമുക്കതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന മല്ലിയില ഇടാം. നന്നായി ഇളക്കി യോജിപ്പിക്കുക. മല്ലിയില ഇടുന്നത് ഇതിൻ്റെ ഒരു ഫ്ലേവർ കൂട്ടുന്നതിന് വേണ്ടിയാണ്. അതുപോലെ തന്നെ കസൂരി മേത്തി. അപ്പം നമ്മുടെ വളരെ സ്വാദിഷ്ടമായ ചന മസാല റെഡിയായി, നോർത്ത് ഇന്ത്യൻ സ്റ്റൈൽ. ഇത് പൂരിയുടെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും നല്ല ബെസ്റ്റ് കോമ്പിനേഷനാണ്.